കുറേ നാൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഏനസിന് ചുറ്റിനുള്ള സ്കിന്നിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാകും. അപ്പോൾ ചെറിയ മുറിവുകളിലൂടെ നമ്മൾ ഈ മോഷൻ പോകുമ്പോൾ മോഷനും അകത്തോട്ട് പോകാം. ഇത് കാരണം ഏനസിന് ചുറ്റിനുള്ള ഏരിയയിൽ പഴുപ്പുണ്ടാവുകയും ആ പഴുപ്പ് കൂടി ഉള്ളിലേക്ക് ചിലപ്പോൾ പറയാനുള്ള ഒരു ചമ്മൽ കാരണം നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്കാൻ കൂട്ടാക്കത്തില്ല. കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും നല്ല പനിയോടുകൂടി വേദനയും ചെറുതായിട്ട് ഈ പഴുപ്പ് പോലെ വരുന്നതൊക്കെ തുടങ്ങുന്നത്. നിങ്ങൾ അടുത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മൊത്തം ഹിസ്റ്ററിയും പറയാതെ ഒരു ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിച്ച് അവരങ്ങ് പോകും. ഈ ആന്റിബയോട്ടിക് കഴിച്ചാലൊന്നും ഈ ഉള്ളിലുള്ള പഴുപ്പ് പോവില്ല. നമ്മുടെ ശരീരത്തിൽ എവിടെ പഴുപ്പുണ്ടെങ്കിലും അത് ഡ്രെയിൻ ചെയ്ത് അത് മുറിച്ച് ആ പഴുപ്പ് പുറത്ത് കളഞ്ഞാലേ പഴുപ്പ് പോവുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അല്ലെങ്കിൽ 12 hours ഒക്കെ പനി കൺട്രോൾ ആക്കി വെക്കും. പഴുപ്പ് എന്ന് വെച്ചാൽ പഴുപ്പ് മാത്രമല്ലല്ലോ, ബാക്ടീരിയ ഉണ്ട് അതിനകത്ത്. യു ആർ ഗിവിംഗ് ദി ബാക്ടീരിയ ടൈം ടു ഗ്രോ. അപ്പോൾ അതൊക്കെ ഇത്രയും കിട്ടിയ സമയത്തിൽ ഈ ബാക്ടീരിയ വളർന്നു ചിലപ്പോൾ നമ്മുടെ ബ്ലഡിലും ആ സ്കിന്നിൽ എന്തായാലും ഇൻഫെക്ഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ ബ്ലഡിലും ഒക്കെ ഇൻഫെക്ഷൻ ആയിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ചിലപ്പോൾ സെപ്റ്റിക് ഷോക്കിലായിരിക്കും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുക.